തോമസ് ആൽവ എഡിസൺ. ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പരീക്ഷണമാണ് ഫിലിം പ്രൊജക്ടർ. ഇദ്ദേഹം മനുഷ്യൻ്റെ റെറ്റിനയുടെ കഴിവിനെ തിരിച്ചറിയുകയും മനുഷ്യൻ്റെ റെറ്റിനയ്ക്ക് ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അതിന് 16 സെക്കൻഡ് വരെ നിലനിർത്താനുള്ള ശേഷിയുണ്ടെന്ന് ഇദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ ഒരു ചിത്രത്തിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ചിത്രം നമ്മളെ കണ്ണിലേക്ക് പതിപ്പിച്ചു കഴിഞ്ഞാൽ അത് അനങ്ങുന്നതായിട്ട് തോന്നുമെന്ന് ഇദ്ദേഹം മനസ്സിലാക്കി. അതിനായി അദ്ദേഹം ഒരു പ്രത്യേക ഉപകരണം കണ്ടെത്തുകയും പ്ലാസ്റ്റിക് റീലിൽ തുടർച്ചയായ ചിത്രങ്ങൾ പതിപ്പിച്ച് അത് പ്രത്യേക ടീത്തുള്ള 15 സെക്കൻഡിനുള്ളിൽ അടുത്ത ചിത്രം വരാവുന്ന തരത്തിൽ ടീത്തുകൾ ഉണ്ടാക്കി പൽചക്രം വെച്ച് അദ്ദേഹം ഇത് കറക്കുകയും അതിൻ്റെ പിൻവശത്ത് ഹാലോജൻ ലാമ്പ് പോലത്തെ നല്ല വെളിച്ചം നല്ല ഹൈയിൽ അടിക്കുന്ന ബൾബ് പോലത്തെ വെച്ച് അപ്പുറത്തേക്ക് വെളിച്ചം തട്ടിക്കുകയും ഈ വെളിച്ചത്തെ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് അത് വിപുലീകരിച്ച് ചുമരിൽ കാണിക്കുകയും അങ്ങനെ അനങ്ങുന്നത് പോലെ തോന്നുന്ന രീതിയിലാക്കുകയും ചെയ്തു. ഇത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മിലാന പാർക്കിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ജനങ്ങൾ പേടിച്ച് ഓടുന്ന അവസ്ഥയും ഉണ്ടായി. ആദ്യം അദ്ദേഹം ഇറക്കിയത് ട്രെയിൻ ഓടുന്ന ചിത്രമായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്ന അവിടുത്തെ ആളുകൾ അതിശയിച്ചു. ഇദ്ദേഹം പ്രത്യേക തരത്തിലുള്ള ക്യാമറകൾ തയ്യാറാക്കുകയും അതിൽ തുടർച്ചയായിട്ടുള്ള ചിത്രങ്ങൾ പതിപ്പിക്കാവുന്ന തരത്തിൽ പ്ലാസ്റ്റിക് കൊണ്ട് റീൽ ഉണ്ടാക്കുകയും ചെയ്താണ് അദ്ദേഹം ആദ്യത്തെ പ്രൊജക്ടർ ഉണ്ടാക്കിയത്. ഈ പ്രൊജക്ടർ വെച്ചുള്ള ചിത്രങ്ങളാണ് പിന്നീട് ഈ ചുമരിൽ പതിപ്പിക്കുകയും അങ്ങനെ സിനിമ നിർമ്മാണത്തിന് ഒരു വഴിവെക്കുകയും ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തമാണ് വലിയ തോതിൽ വലിയൊരു ഇൻഡസ്ട്രിയായി ലോകത്തിൽ പടരാനായിട്ട് സഹായിച്ചത്. ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ മാനസികാവസ്ഥയാണ് ഈ കണ്ടുപിടുത്തത്തിന് കാരണം. അന്ന് ഒരു എൻ്റർടൈൻമെൻറ്റും ഉണ്ടായിരുന്നില്ലാത്ത അവസ്ഥ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് പദ്ധതി തയ്യാറാക്കണമെന്ന് ഇദ്ദേഹം മുന്നേ കൂട്ടി പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയതാണ്. യാദൃശികമായിട്ടാണ് ഇങ്ങനെ അനങ്ങുന്നത് പോലെയായിട്ടുള്ള ഇത് അദ്ദേഹത്തിന് കാണാനായിട്ട് ഇടയായത്. അദ്ദേഹം ഒരു ചിത്രം ഉണ്ടാക്കുകയും ആ ചിത്രത്തിന് തുടർച്ചയായിട്ട് പല ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കണ്ണിലൂടെ ഓടിച്ചു നോക്കിയപ്പോൾ അനങ്ങുന്നത് പോലെ തോന്നി. അതാണ് അദ്ദേഹത്തിന് ഈ ഇതുപോലെയുള്ള മൂവി പിക്ചറുകൾ ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അത് പിന്നീട് വലിയ ഇൻഡസ്ട്രി ആയിട്ട് പടർന്നു പിടിക്കുകയായിരുന്നു. ഇപ്പോൾ ലോകത്ത് ഹോളിവുഡ്, ഇന്ത്യയിലെ ബോളിവുഡ്, ടോളിവുഡ് ഇങ്ങനെ പല ഒരു വലിയ വൻ വ്യവസായം തന്നെ പടർന്നു പിടിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് സാധിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം.